Inconsistency of Ampere's law and modified Maxwell's equation. We have four Maxwell's equation, that is del dot E equal to rho by epsilon 0, del dot B equal to 0, del cross E equal to minus dou B by dou T, and del cross B equal to mu 0 J. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഫോർത്ത് ഇക്വേഷനിലൊരു ഇൻകൺസിസ്റ്റൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ ഇക്വേഷനുകൾ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ മെയിനായിട്ട് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ രണ്ട് കേൾ ഇക്വേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിസ്റ്റൻ്റ് ആണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഞാൻ ഇക്വേഷൻ 3ൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് ചെക്ക് ചെയ്യാം. സോ I will take the divergence of equation 3. Equation 3ൻ്റെ divergence ഒന്ന് ഞാൻ എടുത്തു നോക്കാം. So del dot del cross E equal to minus dou by dou T of del dot B. ഓക്കെ, ഒരു സൈഡിൽ ഡൈവേർജൻസ് എടുത്താൽ ഓപ്പോസിറ്റ് സൈഡിൽ എടുക്കണം, എന്നാലേ കൺസിസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് del dot del cross E? That is divergence of curl. Divergence of curl is always 0. So LHS of this equation is 0. Now what about RHS? RHS il nokka dou minus dou by dou T of del dot B aanu. What is the value of del dot B? From equation 2 del dot B equal to 0. So the RHS is also 0. So we can say that equation 3 is consistent. അപ്പോൾ ഇക്വേഷൻ 3 കൺസിസ്റ്റൻ്റ് ആണ്, അതായത് ഒരു കേൾ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് അടുത്ത ഇക്വേഷൻ ഏതാ, ആംപിയേഴ്സ് ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് കേൾ ഇക്വേഷൻ ആയിട്ടുള്ള ആംപിയേഴ്സ് ലോ നമുക്ക് എന്ത് ചെയ്യാം, കൺസിസ്റ്റൻ്റ് ആണോ അല്ലെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ആംപിയേഴ്സ് ലോൻ്റെ ജനറൽ ഫോം എന്താ, del cross B equal to mu 0 J. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. വി വിൽ ടേക്ക് ദ ഡൈവേർജൻസ് ഓഫ് ദിസ് ഇക്വേഷൻ. സോ del dot del cross B ഈക്വൽ ടു mu 0 ഇൻറ്റു del dot J. ഞാൻ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്തു, ഡൈവേർജൻസ് എടുത്തു. ഓക്കെ, ഇവിടെ LHS നോക്കിയേ, LHS ഈസ് ഓൾവേസ് 0. കാരണം എന്താ, ഇറ്റ് ഈസ് ദ ഡൈവേർജൻസ് ഓഫ് കേൾ. ഡൈവേർജൻസ് ഓഫ് കേൾ എപ്പോഴും 0 ആയതുകൊണ്ട് ഇറ്റ് ഈസ് 0. നൗ വാട്ട് അബൌട്ട് RHS? mu 0 ഒരിക്കലും എന്തല്ല, 0 അല്ല. Now what about del dot J? Del dot J 0 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്തെന്ന് പറയാം, കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. പക്ഷേ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വി ഹാവ് del dot J ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി. അതായത് del dot J എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം RHS ഈസ് നോട്ട് ഈക്വൽ ടു 0, which means that this equation or the Ampere's law is inconsistent. So Ampere's law is inconsistent. ഇനി ഈ Ampere's lawന്റെ ഇൻകൺസിസ്റ്റൻസി റിമൂവ് ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മുടെ അടുത്ത എയിം. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത് ആരാണ്, മാക്സ്വെൽ ആണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോവാം, ആ ഒരു പ്രൊസീജിയറിലേക്ക് നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംപിയേഴ്സ് ലോന്റെ ഒറിജിനൽ ഫോം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ന്യൂ ഫോം ഓഫ് ആംപിയേഴ്സ് ലോ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ക്ലിയർ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന നമ്മുടെ ഗോസസ് ലോ ആണ്. ദാറ്റ് ഈസ് del dot E ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അല്ലേ, എവിടെ നിന്നാണ്, ഫ്രം ഗോസസ് ലോ. ഗോസസ് ലോ പ്രകാരം del dot E ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ്, അല്ലെങ്കിൽ റോ ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു del dot E. ശരിയല്ലേ? ഓക്കെ, ഇനി ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആയിട്ടുള്ള del dot J ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടിയിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ വി വിൽ ഗെറ്റ് del dot J ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് റോ ആരാ, എപ്സിലോൺ 0 del dot E. ഇവിടെ നമുക്ക് ഡോ ബൈ ഡോ ടിയും ഡൈവേർജൻസും ഡെൽ ഓപ്പറേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർചേഞ്ച് ചെയ്യാം. ഇക്വേഷനിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു del dot minus epsilon 0 dou E by dou T. So del dot J equal to del dot minus epsilon 0 dou E by dou T. ഈ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് നമുക്ക് തൽക്കാലം കൊടുക്കാം.
ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ മാക്സ്വെൽ തൻ്റെ മോഡിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് മാക്സ്വെൽ പറഞ്ഞു നമ്മുടെ ഈ ആംബിയസ് ലോന്റെ ഒറിജിനൽ ഫോമിലുള്ള ഇൻകൺസിസ്റ്റൻസി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇഫ് വി ആഡ് ആൻ എക്സ്ട്രാ ടേം ഇൻ ദ RHS ദാറ്റ് ഈസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. അതായത് നമ്മുടെ ആംബിയസ് ലോന്റെ ഈ RHSൽ ജെന്റെ കൂടെ ഈ ഒരു ടേമും കൂടെ എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്ന് പറഞ്ഞൊരു ടേമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻകൺസിസ്റ്റൻസി റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ആര് പറഞ്ഞത്? മാക്സ്വെൽ പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, നമുക്കത് എന്ത് വേണം? മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അതിന്റെ പ്രൂഫും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സ്വെൽ എന്താണ് ആ കറക്ഷൻ ചെയ്തതെന്ന് നോക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? മാക്സ്വെൽ പറഞ്ഞ കറക്ഷൻ പ്രകാരം നമ്മൾ ആംബിയസ് ലോനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ചെക്ക് ചെയ്യും വേണം. കൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ടൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആവുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമുക്കതിൻ്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രൂഫും കൂടെ വേണം. ഓക്കെ, സോ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0. മാക്സ്വെൽ പറഞ്ഞ കറക്ഷൻ ജെൻ്റെ കൂടെ ആരെ ആഡ് ചെയ്യാനാണ്? എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടീനെ ആഡ് ചെയ്യണം. Okay, now we will takes the divergence of this equation. So del dot del cross b equal to mu 0 common ആണ് into del dot j plus epsilon 0 dou e by dou t. RHS ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ mu 0 into del dot j plus del dot എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, നമുക്ക് ഇക്വേഷൻ 5 പ്രകാരം നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇക്വേഷൻ 5 പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു ഡെൽ ഡോട്ട് മൈനസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നോ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡെൽ ഡോട്ട് ജെക്ക് പകരം ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ 0 del dot j ക്ക് പകരം del dot minus epsilon 0 dou e by dou t plus second time അതേപോലെ തന്നെ ഉണ്ടാവും del dot epsilon 0 dou e by dou t. So this is equal to, okay, ഇത് del dot minus epsilon 0 dou e by dou t ആണ്, ഇതോ del dot epsilon 0 dou e by dou t ആണ്. സോ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. സോ ദിസ് ഇക്വേഷൻ ബിക്കം 0. അപ്പം RHS 0 ആയി. ഇനി LHSന്റെ കേസ് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? LHS is the divergence of curves. Divergence of curve is always 0. So this equation has become consistent. അപ്പം നമ്മൾ ഈ ഒരു എക്സ്ട്രാ ടൈം മാക്സ്വെൽ പറഞ്ഞ ഈ ഒരു കറക്ഷൻ ടേം കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായി? കൺസിസ്റ്റന്റ് ആയി. സോ ഈ കിട്ടുന്ന ഇക്വേഷനെ ഈ ഒരു എക്സ്ട്രാ ടേമും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മാക്സ്വെൽ ആംബിയസ് ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആംബിയസ് ഇക്വേഷൻ അല്ലെങ്കിൽ ആംബിയസ് ലോനെ വിളിക്കുന്ന പേരാണെന്ത്? മോഡിഫൈഡ് ആംബിയസ് ലോ. മോഡിഫൈഡ് ആംബിയസ് ലോ. സോ ദിസ് ഈസ് ദ മോഡിഫൈഡ് ആംബിയസ് ലോ. ഓക്കെ, ഇവിടെ മോഡിഫൈഡ് ആംബിയസ് ലോയിൽ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി ടേം ഉണ്ട് അല്ലേ? എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി ടേം ഉണ്ട്. ദിസ് ഈസ് ആക്ച്വലി ഡോ ബൈ ഡോ ടി ഓഫ് epsilon 0 e. What is epsilon 0 e? Epsilon 0 e is the electric displacement vector. So epsilon 0 dou e by dou t is nothing but dou d by dou t, or this is known as JD, or displacement current density. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ജെ ഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി. സോ ദിസ് ഈസ് ദ മോഡിഫൈഡ് ആംബിയസ് ലോ where epsilon 0 dou e by dou t is known as displacement current density JD. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ സത്യം പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ മാത്രമല്ല സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തത്. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു സിമട്രി ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ഫാരഡേസ് ലോ പ്രകാരം ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആയിരുന്നു അല്ലേ? അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യും? ഒരു EMF അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ശരിയല്ലേ? അതേപോലെ ഈ ഇക്വേഷൻ നോക്കിയേ, മോഡിഫൈഡ് ആംബിയസ് ലോ നോക്കിയേ. മോഡിഫൈഡ് ആംബിയസ് ലോയിൽ ആരാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ആള്?
അപ്പോൾ ഈ മോഡിഫൈഡ് ആംബിയർ ലോയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ആളാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. സോ വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആര് ഇൻഡ്യൂസ് ചെയ്യും? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ഇലക്ട്രിക് ഫീൽഡിലെ ചേഞ്ച് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഫാരഡേസ് ലോ പറയുന്നു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പം അത് തമ്മിലുള്ളൊരു സിമട്രിയും കൂടെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മോഡിഫിക്കേഷൻ കൊണ്ട് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ദ ടു സൈഡ്സ് ഓഫ് എ കോയിൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് modified Ampere's law. This is not the original form. Original form J മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫ്ലക്ച്വേഷൻ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുള്ള ഒരു കാര്യം പറയുന്നില്ല. കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മാത്രമല്ല, ഇലക്ട്രിക് ഫീൽഡ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ കൂടെ അവിടെ എന്തുണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ എഴുതിയിട്ടുള്ളത് മാക്സ്വെലിന്റെ മോഡിഫിക്കേഷന് ശേഷം നമുക്ക് കിട്ടുന്ന മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. സോ ദിസ് ഈസ് ദ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഇലക്ട്രോ മാഗ്നറ്റിസം. ശ്രദ്ധിക്കുക, ദിസ് ഈസ് ദ മോഡിഫൈഡ് ആംപിയേഴ്സ് ലോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ് ആണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ ഹാവിങ് എ പെർട്ടിക്കുലർ ചാർജ് ഓർ കറണ്ട് ഡെൻസിറ്റി ഇൻ സ്പേസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഫ്രീ സ്പേസ് ആണെങ്കിൽ എന്താണ് വ്യത്യാസം വരാൻ നോക്കാം. നമ്മൾ ഫ്രീ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദർ ഈസ് നോ ചാർജ് ഡെൻസിറ്റി ഓർ ദർ ഈസ് നോ കറണ്ട് ഡെൻസിറ്റി. ചാർജ് ഡെൻസിറ്റിയും ഇല്ല, അതേപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റിയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഫ്രീ സ്പേസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഓക്കെ, നോക്കാം. സോ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആയിരുന്നു. പക്ഷേ ഫ്രീ സ്പേസ് എന്തില്ല? ചാർജ് ഇല്ലാത്തതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ വ്യത്യാസമില്ല, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 തന്നെയാണ്. തേർഡ് ഏതാ? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു സെയിം ഡോ ബി ബൈ dou t. And fourth equation, that is modified Ampere's law, del cross B equal to mu 0 J plus epsilon 0 dou E by dou t ആയിരുന്നു. പക്ഷേ ഇവിടെ ആരില്ല? J അല്ലാത്തത്, JD അല്ല ഇല്ലാത്തത്, J ആണ് ഇല്ലാത്തത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ ചാർജസിന്റെ റീഓറിയന്റേഷൻ കാരണം ഉണ്ടാവുന്നത്. J എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി ഉള്ള ചാർജിന്റെ ഫ്ലോ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? J ഇല്ല, or this is equal to mu 0 epsilon 0 dou E by dou t. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സ്വെൽസ് ഇക്വേഷൻ ജനറൽ ഫോം പഠിക്കുക, അതേപോലെ ഫ്രീ സ്പേസ് ആവുന്ന സമയത്ത് ആലോചിക്കുക. J ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി J ഈക്വൽ ടു 0 ആണ്, അതേപോലെ ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു 0 ആണ്. അതിനനുസരിച്ചുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ മാറും. ഓക്കെ, സോ ദിസ് ഈസ് ദ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ചാർജ് ആണ്. ആക്ച്വലി ഈ മാഗ്നറ്റിക് ചാർജ് എന്നുള്ളത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. നമ്മുടെ ഇലക്ട്രിക് ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാഗ്നറ്റിസത്തിൽ അല്ലെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ് എന്ത്? മാഗ്നറ്റിക് ചാർജ് എന്നുള്ള സാധനം. ഓക്കെ, ഇത് ഇതുവരെ ആരും കണ്ടിട്ടുമില്ല, ഇതിനെ പറ്റിയിട്ട് തൊട്ടറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് പ്രകാരം എന്താ? ഇങ്ങനൊരു സാധനം ഹൈപ്പോത്തറ്റിക്കലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. കാരണം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മളൊരു സിമട്രി വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനൊരു കൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കൺസെപ്റ്റ് ആണെന്ന് മാത്രം, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് ആണെന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? തൽക്കാലം മനസ്സിലാക്കുക. ഇനി മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രീ സ്പേസുകളാണ് ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ഒരു സിമട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ അല്ലെങ്കിൽ ഒരു സിമട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാക്സ്വെൽസ് ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു സിമട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ സിമട്രി എങ്ങനെയാണ് വന്നതെന്നുള്ളത് നോക്കാം. സപ്പോസ് ഐ റീപ്ലേസ് E by B and B by minus mu 0 epsilon 0 E. അതായത് ഇതൊന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ്. ഇനെ ബി ആയിട്ട് റീപ്ലേസ് ചെയ്യുക, അതേപോലെ ബീനെ അതേസമയം എന്ത് ചെയ്യുക? മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഇ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തതായിട്ട് കാണാം, അതേപോലെ ഇക്വേഷൻ 3 ഇക്വേഷൻ 4 ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതായിട്ടും കാണാം. നോക്കാം. സോ ഫസ്റ്റ് എന്താ? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 അല്ലേ?
ഞാൻ ഈ കൺസെപ്റ്റ് കൊടുക്കുകയാണ് E is replaced by B. So del dot B equal to 0. അപ്പോൾ നോക്കി ഫസ്റ്റ് ഇക്വേഷൻ ആരായിട്ട് മാറി, സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാറിയില്ലേ. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഇക്വേഷൻ ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് മാറുന്നുണ്ടോ എന്ന് നോക്കാം. ഈ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ഇക്വേഷൻ എന്താ, ഡെൽ ക്രോസ് E ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, ഇനി ഇവിടെ ആരാ റീപ്ലേസ് ചെയ്യേണ്ടത്, E ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ B. അപ്പം ഞാൻ ഈനെ B വെച്ച് റീപ്ലേസ് ചെയ്തു. ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. B ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 E. So this is equal to minus and minus plus mu 0 constant ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ mu 0 എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. സോ mu 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. നോക്കിയേ, ഇത് ഏത് ഇക്വേഷനാണ്, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4 അല്ലെങ്കിൽ ആംപിയേഴ്സ് ലോ, മോഡിഫൈഡ് ആംപിയേഴ്സ് ലോ ഇൻ ഫ്രീ സ്പേസ് ആണ്. അപ്പം ദർ ഇസ് എ സിമെട്രി ബിറ്റ്വീൻ ദിസ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ് ശരിക്കും എന്ത്, നമ്മുടെ ജനറൽ മാക്സ്വെൽസ് ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ സിമെട്രി പറയാൻ വേണ്ടി മാത്രമാണ് ഫ്രീ സ്പേസ് എടുത്തത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പം ജനറൽ സിറ്റുവേഷനിൽ ഗോസസ് ലോ എന്ന് പറയുന്നത് എന്താണ്, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പം ഈ ഒരു സിമെട്രി കാരണം ഇവിടെ നമ്മൾ പറയുന്നു ഡെൽ ഡോട്ട് ബി എന്ന് പറയുന്ന സാധനം ശരിക്കും 0 മാത്രമല്ല, ആരാണ്, മ്യൂ 0 ഈറ്റയാണ്. വേർ ഈറ്റ ഈസ് ദ മാഗ്നറ്റിക് ചാർജ് ഡെൻസിറ്റി. അപ്പം ഈ ഒരു സിമെട്രി കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുന്നത് കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത് നോക്കാം, ഡെൽ ക്രോസ് B equal to mu 0 J plus mu 0 epsilon 0 dou E by dou T ആണ് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിമെട്രി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഡെൽ ക്രോസ് ഇ, ശരിക്കും ഡെൽ ക്രോസ് ഇ മൈനസ് ഡോ ബി ബൈ ഡോ ടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പ്രകാരം അങ്ങനെയല്ല പറയുന്നത്, അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ടേം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് മൈനസ് മ്യൂ 0 K മൈനസ് dou B by dou T, where K is the magnetic current density corresponding to അല്ലെങ്കിൽ similar to the electric current density. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സിമെട്രി റിലേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതേപോലെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, നമ്മളെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തായിരുന്നു, ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ചാർജിൻ്റെ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ജെക്ക് പകരം കെ, സോ ഡെൽ ഡോട്ട് കെ ഈക്വൽ ടു മൈനസ് റോക്ക് പകരം ഈറ്റ മൈനസ് ഡോ ഈറ്റ ബൈ ഡോ ടി. സോ ഈ ഒരു സ്ട്രൈക്കിംഗ് സിമെട്രി ബിറ്റ്വീൻ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ് കാരണം നമ്മൾ പറയുകയാണ്, ഇങ്ങനെ ഇലക്ട്രിക് ചാർജുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റികൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു സിമെട്രി റിലേഷൻ കാരണം മാഗ്നറ്റിക് ചാർജുകളും മാഗ്നറ്റിക് കറണ്ട് ഡെൻസിറ്റിയും എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് ആലോചിക്കുക, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ മാത്രമാണ്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ നമ്മളെ ഇലക്ട്രോഡൈനാമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാഗ്നറ്റിക് ചാർജ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടം തിയറി ഓഫ് ഇലക്ട്രോഡൈനാമിക്സ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനറൽ ഇലക്ട്രോഡൈനാമിക്സ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ക്വാണ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിക്കിൾ മൈക്രോസ്കോപ്പിക് ലെവലിൽ വെച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ബിലീവ് ഓർ വി സപ്പോർട്ട് ദ കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് ചാർജ്. ഓക്കെ.